അത് ശരി, ദുഷ്ടൻ മൂക്കറ്റം കുടിച്ചിട്ട് കിടക്കയാ. എഴുന്നേക്കടാ. എഴുന്നേൽക്ക. വലിയ ശല്യമായല്ലോ. അതെ, ശല്യം തന്നെയാ. എന്തൊരു കഷ്ടം. ഓ, അപ്പൊ ഞാൻ നിനക്കൊരു ശല്യമായല്ലേ? എന്നാ ഒരു കാര്യം കേട്ടോ, നമ്മുടെ ഓമനെ കണ്ടപ്പോ അവൻ പറയാ ആ രണ്ട് ചെറുത്താമാരെ പറ്റി അവരെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. നമ്മളത്ര മണ്ടന്മാരൊന്നും അല്ലല്ലോ, സമയം വരട്ടെ നമുക്ക് കാണിച്ചു കൊടുക്കാം. മണ്ടന്മാരല്ലായിരുന്നാ നിങ്ങൾക്ക് കൊള്ളാം. ഇവനോട് ഞാൻ എന്താ പറയാ, പണ്ടാരങ്ങാനൊരു കുടി. നോക്കിയേ, വല്ല ചെകുത്താന്മാരുടെയും വർത്തമാനവും കേട്ടോണ്ട് 24 മണിക്കൂറും പറമ്പും കിടച്ചോണ്ട് ഇറങ്ങാനുണ്ടല്ലോ, സ്വത്താമ്പേരും കൊണ്ടുപോകും. നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞോണ്ട് വരുന്നത്? നിന്റെ ഈ ഒടുക്കത്തെ കുടി ഒന്ന് നിർത്താമോ? പിന്നെ ഇത് നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട സ്വത്താ. ഇത് മറ്റുള്ളവരുടെ കയ്യിൽ പോകാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാ. ആ തന്നെ. ഓ, നീ ധൈര്യമായിട്ട് എന്ന് ചോദിക്കും, ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ലല്ലേ? ചോദിക്കാം. അതെ, ഇല്ല, നീ ചോദിക്ക, നീ ചോദിക്ക. അല്ല, അതെ, കുറെ ദിവസമായി ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. എന്താ കാര്യം? ഇല്ല, ഇവനാണ് ചോദിക്കണമെന്ന് പറഞ്ഞത്. അതെ, ഞാൻ വേറൊന്നുമല്ല. പിന്നെ ഈ ഞങ്ങൾക്ക് കഞ്ഞിയും ചമ്മന്തിയും തരണമെന്ന് ആരാ പറഞ്ഞേ? അത് എന്തോന്നത്? ഉത്തരം പറയാനില്ലായിരിക്കും അല്ലേ? ഞാൻ എന്ത് പറയാനാ? ഈ പാവം വേലക്കാരിയെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ അലട്ടുന്നു? അലട്ടലോ? കോഴിശ്ശേരി തറവാട്ടിലെ ലക്ഷക്കണക്കിന് വരുന്ന സ്വത്തുക്കളുടെ അനന്തര അവകാശികളാണ് ഞങ്ങള്. ആരാ ഇത് ചെയ്യിച്ചതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ മതിയാവും. അതെ, അത് കുറുപ്പദ്ദേഹം പറഞ്ഞിട്ടാ. ലൈലേ, കള്ളം പറയല്ലേ. അമ്മാവൻ അങ്ങനെ പറയില്ലെന്ന് ഞങ്ങൾക്കറിയാം. വേണ്ടടാ, വിട്ടേര്, നമുക്ക് തന്നെ കണ്ടുപിടിക്കാം. നീ വാ. ഗുഡ് മോർണിംഗ് ഇക്ക. വെരി വെരി ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എങ്ങനെയുണ്ട് വണ്ടി? സ്റ്റൈലായിട്ടുണ്ടല്ലേ? എന്റെ മോനെ രാകേഷ്, നീ വെറുതെ സോപ്പിടല്ലേ. പറയാനുള്ള എന്താ വെച്ചാ നേരെ ചോവ് പറയും, ഇങ്ങനെ വളച്ചോടിച്ചണ്ട കേട്ടാ. എന്നാ നേരെ ജോവിനെ പറയാം. സ്വത്തുക്കൾ കിട്ടുമെന്നും പറഞ്ഞ് എന്നെ രമേശനും കൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടി ജോലി എടുപ്പിച്ചില്ലേ? എന്നിട്ട് ശരിക്കുള്ള ആഹാരം പോലും ഞങ്ങൾക്ക് തരുന്നില്ല. അതെന്താ മോനെ അങ്ങനെ? നിങ്ങൾക്കല്ലാണ്ട് ഇക്കാണ്ട സ്വത്തൊക്കെ പിന്നെ ആർക്കാണ്? സ്വത്തിന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ, ആദ്യം ആഹാരത്തിന്റെ കാര്യം ആവട്ടെ. അല്ല, അതവിടെ ഇരിക്കട്ടെ. ഈ ആഹാരത്തിന് എന്താ ഒരു കുഴപ്പം? ഇപ്പൊ ഞങ്ങൾക്ക് കഞ്ഞിയും ചമ്മന്തിയാ പതിവായി തരുന്നത്. ഈ കാര്യം ഞങ്ങൾ ലൈലയോട് പറഞ്ഞതുമാണ്. ലൈലയോട് എന്താ പറഞ്ഞേ? അത് പറയട്ടെ, അവിടെ പറയട്ടെ. അല്ല, ഈ കഞ്ഞിയും ചമ്പന്തിന്റെയും കാര്യം പറയാണ്. അത്രേ ഉള്ളൂ രാകേഷ്. അതേ കോശിച്ചായ. ഈ പണി എടുപ്പിച്ചതും ആഹാരത്തിന് വേണ്ടി ബഡ്ജറ്റ് വെട്ടിക്കുറച്ചതും ഒക്കെ ഞാനാ. ഇതറിഞ്ഞപ്പോ കുറുപ്പദ്ദേഹത്തിന് എന്ത് സന്തോഷായിരുന്നോ? നേരാണോ കോശിച്ചായ? പിന്നെ സ്വത്തുക്കള് മുഴുവനും രാകേഷിനും രമേശനും എഴുതി കൊടുക്കാൻ പോവുകയാണെന്ന് കുറുപ്പത്തിയ ഞമ്മളെ വിളിച്ച് പറഞ്ഞു. സത്യം? കള്ളത്തരം? ഇങ്ങോട്ട് നമുക്ക് കള്ളത്തരം പറയേണ്ട ആവശ്യമുണ്ടോ? മോനെ, ഞമ്മൾ ഇങ്ങളൊരു ബൈക്ക് ആക്കി തരാം. ആ കാര്യം ഞങ്ങളെ ഏറ്റു. വന്നേ, എന്തിനാ തല്ലേ? കൊല്ലും ഞാൻ ആ പന്നീനെ. ലൈലയ്ക്ക് എന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത്? അത് പറഞ്ഞ അമ്മാവ എന്നെ വഴക്കു പറയോ? ഇല്ല, ധൈര്യമായി പറഞ്ഞു. കോശിച്ചായനെയും കുഞ്ഞുമുഹമ്മദിനെയും പറ്റിയാ. അവനെ പറ്റിയോ? എന്താ അത്? രമേഷിനും രാകേഷിനും കഞ്ഞിയും ചമ്മന്തി അല്ലാതെ വേറൊന്നും കൊടുക്കരുതെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഓ, അത്രേ ഉള്ളോ? ഞാൻ വേറെന്തൊക്കെയോ വിചാരിച്ചു. നീ പറഞ്ഞത് ശുദ്ധം നുണയാ. കോശിയും കുഞ്ഞുമുഹമ്മദും എന്നോട് പറഞ്ഞത് പിള്ളേർക്ക് കഞ്ഞിയും ചമ്മന്തിയുമാണ് ഇഷ്ടം എന്നാണല്ലോ. അല്ലമ്മാവ, അവന്മാര് മനഃപൂർവ്വം ആ പിള്ളേരെ കഞ്ഞിയും ചമ്മന്തിയും തീറ്റിക്കുക. നീ വെറുതെ അവരെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഒരിക്കലുമില്ല, ഞാൻ പറഞ്ഞത് സത്യമാണ്. അങ്ങത് വിശ്വസിക്കണം. തൽക്കാലം നീ ഒരു കാര്യം ചെയ്യും, അടുക്കളയിൽ ചെന്ന് എനിക്കും കുറെ കഞ്ഞിയും ചമ്മന്തിയും എടുത്തോണ്ടു വാ. ഞാൻ ഇപ്പൊ പറയുമ്പോ അമ്മാവന് തമാശ, ഒടുവിൽ അറിയും.
തസ്യാദംബുംബദംബുദാലികളരുൾ ദേവോ മൃദേവോ മൃഡകാ സ്വാഹി. ബൽദേവാ സ്വാമി ഗുരുവായൂരപ്പ സ്വാമി സ്വാമി സ്വാമി. ഓം സ്വാമി സ്വർണം സ്വർണേശ്വരായ നമഃ. സ്വാമി പ്രതികടയും സ്വാമി ഗുരുവായൂരപ്പ ഭഗവാനെ രക്ഷിക്കണേ. സ്വാമി ഭഗവാനെ പ്രതികടയും സ്തുണീം പ്രീം സ്തുതരീം സുവർണക്ഷേത്രീം പ്രതികടയും സംസ്നാഹിം. സ്വാമി ഭഗവാനെ പാഠം ചൊല്ലിപ്പടിച്ചും തല്ലിപ്പടിച്ചും നാളെയൊരാളാകും. കേട്ടോ ഞാനും ഒരാളാകും. ഓട്ടോ പൈലറ്റ് പോലാകും. ഹലോ മാളഭട്ട് ഹിയർ. ആർക്കാണ് സംസാരിക്കാൻ കൊടുക്കാനത്? സറി സറി, മാണിക്കൽ സാർക്കാണ്. എവിടെയാണ് നിങ്ങൾക്ക്? ഓ, ആ കാര്യം നമ്മൾ ഏറ്റു. സറി സറി, ആദ്യം നിങ്ങൾ വെക്കേ, എന്നിട്ട് നമ്മൾ വെക്കാം. ആദ്യം നിങ്ങൾക്ക് വെക്കാൻ കൊടുക്കേ, എന്നിട്ട് നമ്മൾക്ക് വെക്കാൻ കൊടുക്കാൻ പറ്റേ. സരി സരി, ഓക്കെ ഓക്കെ. അപ്പ എന്താണ്? മോള് കോളേജിൽ പോയിട്ട് വരട്ടെ. ആ, മോള് കോളേജിൽ പോയിട്ട് വേഗം വരണം. കോളേജ് വിട്ടാ ധാരായോ? ഈ അപ്പയ്ക്ക് എപ്പോ നോക്കിയാലും തമാശയാ. തമാശയല്ലടോ, കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ടിവിയിൽ കാണാൻ കൊടുക്കാറില്ലേ, ചില കള്ളന്മാർ വന്നേ മതിൽ പൊക്കി നോക്കി പെമ്പിള്ളേരെ പിടിച്ചോണ്ട് പോണത്. അങ്ങനെ പോകുകയാണെങ്കിൽ പറഞ്ഞിട്ട് പോണം. പോയിട്ട് പറഞ്ഞം, വരാതിരിക്കരുത്. ഓക്കെ അപ്പ, കോളേജിൽ പോയ സമയം പോയിട്ട് വരട്ടെ. എന്ത് പണ്ടാറമാണ് കളിക്കാനത്? ഇത് വാങ്ങിയ പൈസ ഉണ്ടായിരുന്നെങ്കിൽ യുവമാർക്ക് ഒരു മാസം സുഖമായിട്ട് വെള്ളം അടിക്കാനും. കണിശമായിട്ട് ഇവന്മാർ ഇത് അമ്മാവനെ പറ്റിച്ചുണ്ടാക്കിയതാ. അല്ലാതെ അവന്മാരുടെ അടുത്ത് എവിടുന്നാ ഇതിനൊക്കെയുള്ള പണം? പ്രിയപ്പെട്ട രാകേഷിനും രമേഷിനും എന്റെ 60ാം പിറന്നാളിന് നിങ്ങളെല്ലാവരും കാലേ കൂട്ടി എത്തിച്ചായിരുന്നു എന്ന് നിങ്ങളുടെ ജാനകി വല്യമ്മച്ചി. നമ്മുടെ ജാനകി വല്യമ്മയുടെ 60ാം പിറന്നാൾ ആഘോഷം ക്ഷണക്കത്താ. എല്ലാവരും ചെല്ലണമെന്ന്. നമുക്കും പോണ്ടേ? പിന്നെ നവാ അമ്മാവനോട് ഇന്ന് വിവരം പറയാം. എന്താ കുട്ടികളെ? വല്യമ്മാവനെ എഴുത്തുണ്ട്. ഏതാ? ഇത് ജാനകിയമ്മയുടെ കത്താ. എന്താ വിശേഷിച്ച്? വല്യമ്മയുടെ 60ാം പിറന്നാളിന് നമ്മളെല്ലാവരും ചെല്ലണമെന്ന്. എനിക്കിനി യാത്ര ചെയ്യാനും മറ്റും വയ്യ. നിങ്ങൾക്ക് പോണമെന്നില്ലേ? പോണമെന്നുണ്ടമ്മാ, പക്ഷേ പണം വേണമായിരിക്കും. എത്ര പണം വേണമെങ്കിലും കോഴിക്കോട് വാങ്ങിച്ചോളൂ. ഓ ഓ കോശായ, എന്താ? ജാനകി വല്യമ്മയുടെ വീട്ടിൽ പോകാൻ കുറച്ച് കാശ് കിട്ടിയാൽ കൊള്ളാം. എത്രയാ വേണ്ടത്? ഒരു 1000 രൂപ വേണം. വല്യമ്മയുടെ വീട്ടിൽ പോയാലല്ലേ രൂപ ചെലവാവുള്ളൂ. അപ്പോ ഞാൻ പോകണ്ടെന്നാണ് കോശായം പറയുന്നത്. ആരാ ഇവിടുത്തെ ധനകാര്യം നോക്കണേ? എന്താ രാകേഷേ മുഖത്തൊരു ബല്ലായ്മ? വല്യമ്മയുടെ വീട്ടിൽ പോയി 1000 രൂപ വേണം. അത്രേ ഉള്ളൂ? 2000 റുപ്യ മേടിച്ചോ? ഒരു 10% കമ്മീഷൻ പോയിട്ട് ബാക്കി 1800 രൂപ വാങ്ങിച്ചോളൂ. എന്താ, സമ്മതല്ലേ? ഓ അല്ല, കുഴപ്പമില്ല. കിട്ടുന്ന അങ്ങോട്ട് മേടിച്ചോളി, ഒക്കെ ഞമ്മള് പറഞ്ഞുതരാം. ഇപ്പൊ ഈ 200 റുപ്യ കമ്മീഷൻ എന്ന് പറഞ്ഞില്ലേ, അത് ഞമ്മക്ക് വേണ്ടിട്ടല്ല, സ്വന്തം മാപ്പിള പോലെ സ്നേഹിക്കുന്ന ഇയാൾക്കും വേണ്ടിട്ടല്ല. പിന്നെ ഇവിടെ വേറെ എടുത്തിട്ടുണ്ടല്ലേ നാരായണൻ, ആ നാറയ്ക്ക് വേണ്ടിട്ടാ. എന്തിനാ അതൊക്കെ ഇവിടെ പറയണേ? വേണ്ട, കുട്ടി എപ്പോഴാ പോണേച്ചോടെ വന്നോളൂ, ഞാൻ കാശ് തരാം. ശരി, ഞാൻ പോകുന്നു. ഞമ്മളോട് പോകാനേ? അവോ, പിന്നെ ആ 200 100 കൊണ്ട് എടുക്ക്. ചത്താ മതി ഇവിടെ. പൈസ ചോദിച്ചപ്പോ കൊഞ്ചിനാ. പൈസ ഉണ്ടാ? ആ പന്നി പോയാ? പോയി. ആ പൈസ തരാടാ.